അങ്ങനെ WWE ചാമ്പ്യൻഷിപ്പ് വീണ്ടും കോടിയേട്ടന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ സ്മാക്ഡൗണിൽ കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായി കോഡി റോഡ്സ് റഫറിയെ അറ്റാക്ക് ചെയ്തിടുകയുണ്ടായി. മെക്കിൻഡർ റഫറിയെ മുൻപിലേക്ക് നിർത്തിയത് കൊണ്ടായിരുന്നു കോഡിയുടെ കയ്യിൽ നിന്നും റഫറിക്ക് അറ്റാക്ക് ഏറ്റു വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. റഫറി ബോധരഹിതനായിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ കോഡി ഒരു ക്രോസ് റോഡ്സ് ചെയ്തുകൊണ്ട് വിജയിക്കാൻ വേണ്ടി നോക്കി. എന്നാൽ റഫറി ഇല്ലാത്തത് കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്ത റഫറിയെ വിളിച്ചു. അടുത്ത റഫറി ഓടി വന്നപ്പോഴേക്കും അതാ കിടക്കുന്നു പക്ഷെ ആ ഒരു ക്ലേമോറിലൂടെയും മെക്കിൻഡറിന് വിജയിക്കാനായില്ല. താൻ വിജയിക്കാത്തതിനെ തുടർന്ന് റഫറിയുടെ തലക്കിട്ട് ഒരു ഗ്ലാസ്ഗോ കിസ് അഥവാ ഒരു ഹെഡ് ബട്ട് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് പുറത്തുനിന്നും ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മെക്കിൻഡറിന്റെ ശ്രമം. എന്നാൽ അപ്പോൾ അതാ വന്നിരിക്കുന്നു ജേക്കബ് ഫാറ്റു. ജേക്കബ് വന്നുകൊണ്ട് ആ ഒരു ചെയർ പിടിച്ചു വാങ്ങുകയുണ്ടായി. പക്ഷെ എന്നിട്ടും മെക്കിൻഡർ തോറ്റുകൊടുത്തില്ല. അദ്ദേഹം ഒരു ഫ്യൂച്ചർ ഷോക്ക് ഡിഡിറ്റ് ചെയ്തു. എന്നിട്ട് ക്ലേമോർ കിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് കോഡിയുടെ കയ്യിൽ നിന്നും ഒരു സൂപ്പർ കട്ടറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടതാ ക്രോസ് റോഡ്സ് ആൻഡ് 1 2 3 കോഡി റോഡ്സ് ഈസ് ദ ന്യൂ WWE ചാമ്പ്യൻ. ഫാൻസ് മുഴുവൻ അപ്പോൾ കൈയടിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ WWEക്കെതിരെ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഡി വിജയിച്ചത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. 14,000 പേർ ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്തപ്പോൾ 60,000-ന് മുകളിൽ ആളുകളായിരുന്നു ആ ഒരു വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കും പേർക്ക് കോഡി വിജയിച്ചത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കോഡിക്കെതിരെ ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ റസൽമേനിയ 42 വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വൈപ്പറിനാണ്. എനിക്ക് ആ ഒരു മാച്ചിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം WWE ഒഫീഷ്യൽ പേജിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു വീഡിയോ ആയിരുന്നു. അത് ഈ ഒരു നോട്ടമാണ്.